നമസ്കാരം. മലയാളം സൈബർ സാഹിത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ പങ്കുവച്ച ഈ സ്രോതസ്സുകൾ ശരിക്കും എന്താ പറയാ, ഒരുപാട് കൗതുകമുണർത്തുന്ന ഒന്നാണ്. പണ്ട് ഒരു മാസികയുടെ പുതിയ ലേഖനത്തിനായി ഇങ്ങനെ കാത്തിരുന്നൊരു കാലം. അവിടെ നിന്ന് ഇന്ന് ലോകത്തെവിടെയുമുള്ള എഴുത്തും വായനയും നമ്മുടെ വിരൽത്തുമ്പിലെത്തിയ ഒരു കാലത്തേക്ക് നമ്മൾ എങ്ങനെയാണ് മാറിയത്? ഈ ഇന്റർനെറ്റും പുതിയ സാങ്കേതിക വിദ്യകളും നമ്മുടെ എഴുത്തിനെയും വായനയും എങ്ങനെയാണ് ശരിക്കും തലകീഴായി മാറിച്ചത്? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. തീർച്ചയായും ഇതൊരു ചെറിയ മാറ്റമല്ല. പണ്ട് സാഹിത്യമെന്ന് പറയുന്നത്, അതായത് പ്രസാധകരും പത്രാധിപരും കൂടി തീരുമാനിക്കുന്ന ഒന്നായിരുന്നു. ആർക്കൊക്കെ എഴുതാം, എന്ത് പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ ഒരു ചെറിയ സംഘം ആളുകൾ തീരുമാനിച്ചു. എന്നാൽ ഡിജിറ്റൽ സാഹിത്യം വന്നതോടെ ആ ഒരു അധികാരഘടനയെ അത് ചോദ്യം ചെയ്തു. കമ്പ്യൂട്ടറിലോ മൊബൈലിലോ എഴുതുന്ന ആർക്കും അത് ലോകവുമായിട്ട് പങ്കുവയ്ക്കാം എന്നൊരവസ്ഥ വന്നു. മുൻപ് അവസരം കിട്ടാതിരുന്ന ഒരുപാട് പേരുടെ ശബ്ദങ്ങളും അനുഭവങ്ങളും അതൊക്കെ പുറത്തുവരാൻ ഇതൊരു വഴിയൊരുക്കി. സാഹിത്യം കുറച്ചുപേരുടെ കുത്തകയല്ലാതായി മാറി. അപ്പോ ആ ഒരു ജനാധിപത്യവൽക്കരണമാണ് ഏറ്റവും വലിയ മാറ്റം. പക്ഷേ ഈ മാറ്റത്തിന് പിന്നിലെ ഒരു ടെക്നോളജി എന്തായിരുന്നു? മലയാളം എങ്ങനെയാണ് ഈ സൈബർ ലോകത്ത് ഇത്ര പെട്ടെന്ന് ഇത്ര സജീവമായത്? നമ്മൾ എപ്പോഴും ഈ യൂണിക്കോഡ് എന്നൊരു വാക്ക് കേൾക്കാറുണ്ട്. എന്തായിരുന്നു അതിന്റെ ശരിക്കുള്ള പ്രാധാന്യം? യൂണിക്കോഡ് വരുന്നതിനു മുൻപ് എന്തായിരുന്നു അവസ്ഥ? അന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ലേ? നല്ല ചോദ്യമാണ്. അന്നും മലയാളത്തിൽ ടൈപ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ അതൊരു കുഴപ്പം പിടിച്ച പണിയായിരുന്നു. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കും. ഉദാഹരണത്തിന്, ഞാനൊരു പ്രത്യേക ഫോണ്ടിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു ലേഖനം അയച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അതേ ഫോണ്ട് ഇല്ലെങ്കിൽ അത് വായിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കുറേ ചതുരങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചിഹ്നങ്ങളോ ആയിരിക്കും കാണുക. എന്നാൽ യൂണിക്കോഡ് വന്നതോടെ ആ പ്രശ്നം അത് പൂർണ്ണമായി മാറി. അതൊരു പൊതുവായ മാനദണ്ഡം കൊണ്ടുവന്നു. അതോടെ ലോകത്തെവിടെയുമുള്ള ഏത് കമ്പ്യൂട്ടറിലും ഫോണിലും മലയാളം ഒരേപോലെ വായിക്കാനും എഴുതാനും പറ്റി. അതൊരു വിപ്ലവം തന്നെയായിരുന്നു. ആ ഒരൊറ്റ മാറ്റമാണ് മലയാളം ബ്ലോഗിങ്ങിന് ഇത്ര വലിയൊരു കുതിച്ചുചാട്ടം നൽകിയത്. ഓഹോ, അപ്പോ ഭാഷയ്ക്ക് സാർവത്രികമായൊരു ഡിജിറ്റൽ രൂപം കിട്ടി. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഈ ഒരു സാധ്യത മലയാളത്തിൽ ആദ്യം തിരിച്ചറിഞ്ഞത് ആരായിരുന്നു? നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളാണോ? അതെ, അതിൽ മുന്നിട്ടുനിന്നത് ദിനപത്രങ്ങളാണ്. 1997 ദീപിക ദിനപത്രം അവരുടെ വെബ് എഡിഷൻ തുടങ്ങി. www.deepika.com. അതൊരു വലിയ തുടക്കമായിരുന്നു. പിന്നാലെ തന്നെ മനോരമയും വന്നു. ഇന്ന് മിക്കവാറും എല്ലാ പത്രങ്ങൾക്കും വെബ്സൈറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ശ്രമങ്ങളും വലുതായിരുന്നു. കവി പി രാമചന്ദ്രന്റെ ഹരിതകം, അതായത് www.haridagam.com, ഒരുപക്ഷെ ആദ്യത്തെ കവിതാ വെബ്സൈറ്റുകളിൽ ഒന്നാണ്. ബ്ലോഗുകളെ പ്രോത്സാഹിപ്പിക്കാൻ ചിന്ത പോലുള്ള സൈറ്റുകൾ വന്നു, www.chinda.com. പിന്നെ നിരക്ഷരൻ എന്ന ബ്ലോഗറുടെ യാത്രകൾ എന്ന യാത്രാവിവരണ സൈറ്റ് ആ ഒരു ജോണറിന് തന്നെ പുതിയൊരു മുഖം നൽകി. ഈ ബ്ലോഗുകൾ എന്ന ആശയത്തിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു അതിന്റെ ഒരു യഥാർത്ഥ ആകർഷണം? ഒരു പത്രാധിപരുടെ അനുവാദമില്ലാതെ എഴുതാമെന്ന സ്വാതന്ത്ര്യം മാത്രമായിരുന്നു, അതോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടായിരുന്നു? സ്വാതന്ത്ര്യം തന്നെയായിരുന്നു പ്രധാന ഘടകം, ഒരു സംശയവുമില്ല. ഒരു ഇമെയിൽ ID ഉണ്ടാക്കുന്ന അത്ര എളുപ്പത്തിൽ ആർക്കും സ്വന്തമായൊരു പ്രസിദ്ധീകരണശാല തുടങ്ങാമെന്നൊരവസ്ഥ. ഈ ബ്ലോഗുകളുടെ കൂട്ടായ്മയെയാണ് അന്ന് സ്നേഹത്തോടെ ഭൂലോകമെന്ന് വിളിച്ചിരുന്നത്. ഭൂലോകം അല്ലേ? ആ വാക്ക് തന്നെ രസകരമാണ്. അതെ, ഭൂലോകം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യകാലങ്ങളിൽ ഇതിൽ സജീവമായിരുന്നത് പ്രവാസികളായിരുന്നു. അവർക്ക് തങ്ങളുടെ നാടിനോടുള്ള ഓർമ്മകൾ, ഗൃഹാതുരത്വം, ഒറ്റപ്പെടൽ ഇതൊക്കെ പങ്കുവയ്ക്കാനുള്ള ഒരിടം കൂടിയായിരുന്നു ഈ ഭൂലോകം. അത് സൃഷ്ടിച്ച ഒരു സാമൂഹിക ബന്ധം വളരെ വലുതായിരുന്നു. പക്ഷെ ഈ സ്വാതന്ത്ര്യം ഒരുപാട് നിലവാരമില്ലാത്ത എഴുത്തുകൾക്കും കാരണമായില്ലേ? ആർക്കും എന്തും എഴുതാമെന്ന് വരുമ്പോൾ സാഹിത്യത്തിന് അതൊരു ദോഷമല്ലേ ചെയ്തത്? ഒരു എഡിറ്ററുടെ കണ്ണിലൂടെ കടന്നുപോകാത്ത എഴുത്തുകൾ വരുമ്പോൾ സ്വാഭാവികമായും ഗുണമേന്മ കുറയില്ലേ? തീർച്ചയായും. സൈബർ സാഹിത്യം നേരിട്ട ഏറ്റവും വലിയ വിമർശനം അതായിരുന്നു. ഇപ്പോഴും അതുണ്ട്. എഴുത്തിനും പ്രസിദ്ധീകരണത്തിനുമിടയിൽ ഒരു എഡിറ്ററുടെ അഭാവം, അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നിലവാരം കുറഞ്ഞ ധാരാളം എഴുത്തുകൾ വന്നു എന്നത് സത്യമാണ്. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. മുഖ്യധാരാ പ്രസാധകർ തള്ളിക്കളന്നേക്കാവുന്ന പല മികച്ച എഴുത്തുകൾക്കും വെളിച്ചം കാണാൻ ഇത് അവസരം നൽകി. അവിടെ വായനക്കാരൻ തന്നെയായിരുന്നു എഡിറ്റർ. നല്ല എഴുത്തുകൾ ചർച്ച ചെയ്യപ്പെട്ടു, കൂടുതൽ ആളുകളിലേക്ക് എത്തി. മോശം എഴുത്തുകൾ സ്വാഭാവികമായി തിരസ്കരിക്കപ്പെട്ടു.
ബ്ലോഗിൽ തുടങ്ങി പിന്നീട് അച്ചടിമഷി പുരണ്ട ഒരുപാട് എഴുത്തുകാരുണ്ടായി. ബ്ലൂക്ക് എന്നൊരു വാക്ക് തന്നെ ഉണ്ടായില്ലേ, ബ്ലോഗിൽ നിന്ന് പുസ്തകമായവയ്ക്ക്. ഇതിൽ പറയുന്ന കൊടകര പുരാണം അത്തരത്തിലുള്ള ആദ്യ മലയാള പുസ്തകമാണെന്ന് തോന്നുന്നു. അതായത് ഡിജിറ്റൽ ലോകത്ത് മാത്രം ഒതുങ്ങി നിന്ന ഒരു എഴുത്തിന് അച്ചടിമഷി പുരണ്ടപ്പോൾ ഒരു പുതിയ അംഗീകാരം കിട്ടുകയായിരുന്നു അല്ലേ? ഒരു സൈബർ എഴുത്തുകാരൻ എന്ന ലേബലിൽ നിന്ന് ഒരു യഥാർത്ഥ എഴുത്തുകാരനായി മാറുന്ന ഒരു ചടങ്ങ് പോലെ. അതെ, ആ ഒരു അംഗീകാരത്തിന്റെ ഘടകം വളരെ വലുതായിരുന്നു. വിശാലമനസ്കൻ എന്നു പേരിൽ എഴുതിയിരുന്ന സജീവൻ എടത്താടന്റെ കൊടകര പുരാണം ഒരു തുടക്കമായിരുന്നു. പിന്നീട് ഒരുപാട് ബ്ലോഗുകൾ പുസ്തകങ്ങളായി. ഇത് ബ്ലോഗ് എഴുത്തിന് കൂടുതൽ സ്വീകാര്യത നൽകി. ഓൺലൈനിൽ മാത്രം വായിച്ചിരുന്ന ഒരാളുടെ പുസ്തകം കയ്യിൽ കിട്ടുമ്പോൾ വായനക്കാർക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു. സൈബർ ഇടത്തിലെ എഴുത്തുകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അത്. ഈ വ്യക്തിപരമായ എഴുത്തുകൾക്കപ്പുറം ബ്ലോഗുകൾ ഒരു സാമൂഹിക മാധ്യമമായി പ്രവർത്തിച്ചതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. സിറ്റിസൺ ജേർണലിസം അഥവാ പൗരപത്രപ്രവർത്തനം എന്ന ആശയത്തിന് ബ്ലോഗുകൾ വലിയ ഊർജം നൽകി. അതെങ്ങനെയായിരുന്നു? അതൊരു സുപ്രധാനമായ മാറ്റമായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തകൾ വളച്ചൊടിക്കുകയോ തമസ്കരിക്കുകയോ ചെയ്യുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ സാധാരണക്കാരായ ബ്ലോഗർമാർക്ക് കഴിഞ്ഞു. ഗുജറാത്തിലെ ഒരു ബന്ദിനെക്കുറിച്ചുള്ള ഉദാഹരണം തന്നെ നോക്കൂ. ഗുജറാത്തിൽ ബന്ദ് പൂർണ്ണം എന്ന് ഒരു പ്രമുഖ മലയാള പത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ അഹമ്മദാബാദിൽ താമസിക്കുന്ന ഒരു മലയാളി ബ്ലോഗർ അവിടുത്തെ സാധാരണ ജനജീവിതത്തിന്റെ, അതായത് തുറന്ന കടകളുടെയും ഓടുന്ന വാഹനങ്ങളുടെയും ചിത്രങ്ങൾ സഹിതം പോസ്റ്റ് ചെയ്ത് ആ വാർത്തയുടെ മുനയൊടിച്ചു. ഇതാണ് സിറ്റിസൺ ജേർണലിസത്തിന്റെ ശക്തി. വാർത്തയുടെ ഉറവിടത്തിലേക്ക്, സംഭവസ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധാരണക്കാരന് കിട്ടിയ അവസരമായിരുന്നു അത്. അപ്പോൾ വ്യക്തികൾക്ക് ശബ്ദം നൽകിയതിനൊപ്പം കൂട്ടായ പരിശ്രമങ്ങൾക്കും ഈ ഡിജിറ്റൽ ലോകം വേദിയായി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ വിക്കിപീഡിയ. ഒരു സംശയവുമില്ല. ആർക്കും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും തിരുത്താനും കഴിയുന്ന ഒരു സ്വതന്ത്ര വിജ്ഞാനകോശം. 2002 ഡിസംബർ 21 വിനോദ് മേനോൻ MP എന്ന ഗവേഷക വിദ്യാർത്ഥിയാണ് മലയാളം വിക്കിപീഡിയയ്ക്ക് തുടക്കം കുറിച്ചത്. തുടക്കത്തിൽ ഈ യൂണിക്കോഡ് ടൈപ്പിംഗിലെ ബുദ്ധിമുട്ടുകൾ കാരണം വളരെ കുറച്ചുപേർ മാത്രമേ സജീവമായിരുന്നുള്ളൂ. പിന്നീട് വരമൊഴി പോലുള്ള സോഫ്റ്റ്വെയറുകൾ വന്നതോടെ കൂടുതൽ ആളുകൾ ഇതിൽ പങ്കാളികളായി. ഇന്ന് മലയാളത്തിലുള്ള ഏറ്റവും വലിയ വിജ്ഞാനശേഖരം ഒരുപക്ഷെ വിക്കിപീഡിയ ആയിരിക്കും. വിക്കിപീഡിയയുടെ സഹസംരംഭങ്ങളും വളരെ രസകരമാണ്. വിക്കി ഗ്രന്ഥശാല, വിക്കി നിഘണ്ടു, പിന്നെ എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ് വിക്കി ചൊല്ലുകൾ, ബ്ലോഗ് ലോകത്തെക്കുറിച്ചുള്ള തന്നെയുള്ള പഴഞ്ചൊല്ലുകൾ. ഉദാഹരണത്തിന്, ബ്ലോഗർ ചത്താലും കണ്ണ് കമന്റ് ബോക്സിൽ. ഇന്നത്തെ ഇൻസ്റ്റഗ്രാം റീലുകൾക്ക് കിട്ടുന്ന ലൈക്കുകൾ പോലെ ആയിരുന്നോ അന്നത്തെ ബ്ലോഗ് കമന്റുകൾ? ഒരു എഴുത്തുകാരന്റെ നിലനിൽപ്പ് തന്നെ അതിലായിരുന്നോ? തീർച്ചയായും അതൊരു വലിയ ഘടകമായിരുന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്നത്തെ ലൈക്കിനും ഷെയറിനും തുല്യമായിരുന്നു അന്നത്തെ കമന്റുകൾ. മുഖ്യധാരാ മാധ്യമങ്ങൾ അവസരം നൽകാതിരുന്ന ഒരുപാട് പേർക്ക് സ്വന്തമായൊരിടം കിട്ടിയപ്പോൾ വായനക്കാരുടെ പ്രതികരണമായിരുന്നു അവർക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം. അത് ചിലപ്പോൾ അനാരോഗ്യകരമായൊരു മത്സരത്തിലേക്ക് വരെ നയിച്ചിരുന്നു. അനോണി അറിയുമോ? ഭൂലോക വാണീഭം എന്നൊരു ചൊല്ലുണ്ട്. അനോനി? അതെ, അനോനി. അജ്ഞാതരായി വന്നു വിമർശിക്കുന്ന അനോണികൾ അക്കാലത്തെ വലിയ തലവേദനയായിരുന്നു. പിന്നെ അൽപ്പൻ കമ്പ്യൂട്ടർ വാങ്ങിയാൽ അർദ്ധരാത്രിയിലും ബ്ലോഗ് എഴുതും എന്ന ചൊല്ല്. അത് പുതിയ എഴുത്തുകാരുടെ അടങ്ങാത്ത ആവേശത്തെ നർമ്മത്തോടെ കാണിക്കുന്നു. ആ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ആ ചൊല്ലുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ബ്ലോഗുകളിലൂടെ എഴുത്ത് ജനാധിപത്യവൽക്കരിക്കപ്പെട്ടുവെന്ന് നമ്മൾ കണ്ടു. വായനയുടെ കാര്യത്തിലും സമാനമായ ഒരു മാറ്റം സംഭവിച്ചില്ലേ? എല്ലാവർക്കും ഒരു ലൈബ്രറി മുഴുവൻ പോക്കറ്റിൽ കൊണ്ടു നടക്കാവുന്ന ബുക്കുകളുടെ കാലം വന്നപ്പോൾ. ഈ ഭാഗം സ്രോതസ്സുകളിൽ അല്പം ചെറുതായിട്ടാണ് പ്രതിപാദിക്കുന്നത്, പക്ഷെ ഇന്നത്തെ കാലത്ത് അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. ബുക്കുകൾ വായനയെ കൂടുതൽ വ്യക്തിപരവും സൗകര്യപ്രദവുമാക്കി. കിൻഡിൽ പോലുള്ള ബുക്ക് റീഡറുകൾ ഇങ്ക് എന്നൊരു പ്രത്യേക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ക്? അതെ. അതുകൊണ്ട് സാധാരണ കമ്പ്യൂട്ടർ സ്ക്രീൻ പോലെ കണ്ണിന് ആയാസമുണ്ടാക്കുന്ന തിളക്കമില്ല. ഏതാണ്ട് കടലാസിൽ വായിക്കുന്ന അതേ അനുഭവം കിട്ടും. വെറും 200 ഗ്രാം ഭാരമുള്ളൊരു ഉപകരണത്തിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ കൊണ്ടു നടക്കാം. യാത്ര ചെയ്യുമ്പോൾ ഒരു ലൈബ്രറി മുഴുവൻ കൂടെ കൊണ്ടുപോകുന്നത് പോലെയാണ്. അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും അറിയാത്ത വാക്കുകളുടെ അർത്ഥം ഒരു ക്ലിക്കില് കണ്ടെത്താനും കഴിയുന്നത് വായനയെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം ബുക്കുകൾ പ്രസാധന രംഗത്ത് എന്തു മാറ്റമാണ് കൊണ്ടുവന്നത്?
കിൻഡിൽ ഡയറക്റ്റ് പബ്ലിഷിംഗ്, അതായത് KDP പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ബ്ലോഗുകൾ ചെയ്തതുപോലെ പ്രസാധകരെ ഒഴിവാക്കാൻ എഴുത്തുകാരെ സഹായിച്ചില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ബ്ലോഗുകൾ എഴുത്തു ജനാധിപത്യവൽക്കരിച്ചെങ്കിൽ ആമസോണിന്റെ KDP പോലുള്ള പ്ലാറ്റ്ഫോമുകൾ പുസ്തക പ്രസാധനം ജനാധിപത്യവൽക്കരിച്ചു. ഒരു പ്രസാധകനെയും സമീപിക്കാതെ ആർക്കും സ്വന്തം പുസ്തകം ലോകം മുഴുവൻ വിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ വന്നു. ഇതിലൂടെ ഒരുപാട് പുതിയ എഴുത്തുകാർക്ക് അവസരം ലഭിച്ചു. പ്രസാധകർ തള്ളിക്കളഞ്ഞ പല പുസ്തകങ്ങളും ബുക്കുകളായി വൻ വിജയം നേടി. ഇത് പരമ്പരാഗത പ്രസാധകർക്ക് ഒരു വലിയ വെല്ലുവിളി കൂടിയായിരുന്നു. അവർക്കും ഡിജിറ്റൽ രംഗത്തേക്ക് മാറേണ്ടി വന്നു. ഓഡിയോ ബുക്കുകളെ കാണാൻ കഴിയുമോ? വായിക്കാൻ സമയമില്ലാത്തവർക്ക് പുസ്തകങ്ങൾ കേൾക്കാനുള്ള അവസരം, അതും ഈ സൈബർ സാഹിത്യത്തിന്റെ ഭാഗമല്ലേ? തീർച്ചയായും. ഓഡിയോ ബുക്കുകൾ വായന എന്ന സങ്കല്പത്തെ തന്നെ മാറ്റിമറിച്ചു. ഡ്രൈവ് ചെയ്യുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും മറ്റു ജോലികൾ ചെയ്യുമ്പോഴും നമുക്ക് സാഹിത്യം ആസ്വദിക്കാം എന്ന അവസ്ഥ വന്നു. സ്റ്റോറിറ്റെൽ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ മലയാളത്തിൽ വളരെ സജീവമാണ്. ഇത് പുസ്തകങ്ങളെ പുതിയൊരു വിഭാഗം ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. ഒരുപക്ഷെ കാഴ്ച പരിമിതിയുള്ളവർക്ക് സാഹിത്യം ആസ്വദിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നായി ഓഡിയോ ബുക്കുകൾ മാറി. ഇത് ഡിജിറ്റൽ സാഹിത്യത്തിന്റെ ഏറ്റവും പുതിയ മുഖമാണ്. അപ്പോൾ ഈ ഒരു യാത്രയെ നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, യൂണിക്കോഡ് എന്ന സാങ്കേതികവിദ്യ നൽകിയ അടിത്തറയിൽ നിന്ന് തുടങ്ങി ബ്ലോഗുകളിലൂടെ ആർക്കും എഴുതാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. അത് സിറ്റിസൺ ജേർണലിസം പോലുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് കാരണമായി. വിക്കിപീഡിയ പോലുള്ള കൂട്ടായ്മകൾ വിജ്ഞാനം നിർമ്മിക്കുന്ന രീതിയെ മാറ്റി. പിന്നീട് ബുക്കുകളും ഓഡിയോ ബുക്കുകളും വായനയെയും പ്രസാധനത്തെയും അടിമുടി മാറ്റിമറിച്ചു. അതെ. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തോടൊപ്പം വരുന്ന ഒരു ഉത്തരവാദിത്വം എന്ന വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങളുടെയും എഴുത്തുകളുടെയും ഒരു പ്രളയമാണ് ഇന്ന് നമുക്ക് ചുറ്റും. അതിൽ നിന്ന് നല്ലതിനെ തിരിച്ചറിയുക എന്നത് വായനക്കാരന്റെ കൂടി ഉത്തരവാദിത്വമായി മാറിയിരിക്കുന്നു. എഡിറ്ററുടെ അഭാവത്തിൽ ആ ജോലി കൂടി വായനക്കാരൻ ചെയ്യേണ്ടി വരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. നമ്മൾ ഇതുവരെ സംസാരിച്ചത് മനുഷ്യർ സൃഷ്ടിച്ച ഡിജിറ്റൽ സാഹിത്യത്തെക്കുറിച്ചാണ്. എന്നാൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI ഉപയോഗിച്ച് കഥകളും കവിതകളും ലേഖനങ്ങളും വരെ എഴുതാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ മലയാള ഡിജിറ്റൽ സാഹിത്യത്തിന്റെ ഭാവിയിൽ മനുഷ്യന്റെ സർഗാത്മകതയും യന്ത്രത്തിന്റെ കഴിവും തമ്മിലുള്ള അതിർവരമ്പ് എവിടെയായിരിക്കും? യഥാർത്ഥ അല്ലെങ്കിൽ മൗലികമായ ഒരു സൃഷ്ടി എന്നതിന്റെ നിർവചനം തന്നെ ഒരുപക്ഷെ നമ്മൾ മാറ്റി എഴുതേണ്ടി വരുമോ?